ഈ തന്ത്രം എന്ന വാക്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നുള്ളതാണ് എന്റെ ആദ്യത്തെ അഭിപ്രായം. തന്ത്രം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കളിയിൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം BJP വീണ്ടും അധികാരത്തിൽ വരുന്നു, മോദി അധികാരത്തിൽ വരുന്നു. ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട്, ഒരു മുസ്ലിം മാധ്യമ പ്രവർത്തകനാണ്, ചോദിച്ചാൽ ദേശീയ ഇലക്ഷനാണ്, അത് വന്നും പോകും, നമുക്കൊരു ഫുട്ബോൾ കളി കണ്ടതിന്റെ ഒരു ആവേശം ഉണ്ടാവും, നമ്മുടെ ടീം തോറ്റു അല്ലെങ്കിൽ എന്റെ ടീം ജയിച്ചു, അത് കഴിഞ്ഞാൽ അതൊക്കെ പോകും, നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം അയാൾ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾക്കിത് മനസ്സിലാവില്ല, മുസ്ലിങ്ങളെ എത്രത്തോളം ഭയപ്പെട്ടിരിക്കുന്നു, വീണ്ടും ദേശീയ തലത്തിൽ BJP അധികാരത്തിൽ വരുന്നു, അത് നിങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടില്ല എന്നൊരു മറുപടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പയറ്റുന്ന തന്ത്രങ്ങൾ, മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ, അതിനെ തന്ത്രങ്ങൾ എന്ന പേരിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോഴും സാധാരണ ജനങ്ങൾ ഈ മുദ്രാവാക്യങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട്, അതിന് ഒരുപാട് വില കൊടുക്കുന്നുണ്ട്. ആ പറയുന്നത് തന്ത്രമായിട്ടല്ല, ശരിക്കും നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിട്ടും നമുക്ക് കിട്ടാൻ പോകുന്നതോ കിട്ടാതെ പോകുന്നതോ ആയ കാര്യങ്ങളായിട്ടും ഒക്കെയാണ് ജനങ്ങൾ കാണുക. അവിടെയാണ് CPMന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അപകടം. അതൊരു തന്ത്രം മാത്രമല്ല, CPM ചിലപ്പോൾ ഒരു തന്ത്രമായിരിക്കും, പക്ഷെ അതുണ്ടാക്കി വെച്ച അപകടം കേരളത്തിലെ മുസ്ലിങ്ങളെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ട് കേരളത്തിൽ തീവ്ര വലതുപക്ഷത്തിന്റെ നാവായി, ഹിന്ദുത്വയുടെ നാവായി മാറിയ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയതോടുകൂടി ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ച അപകടം അതിഭീകരമാണ്. അങ്ങ് വടക്കുള്ള മുസ്ലിം ഏരിയകളിലുള്ള വലിയ വോട്ടുകൾ ഇങ്ങും കടപടല UDFന്റെ കൂടെ വന്നത് മാത്രമല്ല, നിങ്ങൾ തിരുവനന്തപുരം പോലെ എടുത്തു നോക്കൂ, തെക്കൻ കേരളത്തിൽ പോലും എടുത്തു നോക്കൂ, ന്യൂനപക്ഷ മേഖലകളിൽ അവിടുന്ന് കാര്യമായി വോട്ട് വരുന്ന കേരളത്തിൽ തിരുവനന്തപുരത്തെ റൂറൽ മേഖലകളിലൊക്കെ കാര്യമായി LDF അടിതെറ്റുകയാണ്. LDF ജയിച്ച സ്ഥലങ്ങളിലേക്ക് LDF നോക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഭയപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് അപകടം. ഞാൻ തെരഞ്ഞെടുപ്പല്ല പറയുന്നത്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക്, മുസ്ലിം ന്യൂനപക്ഷത്തെ കൈവിടുന്ന രീതിയിലേക്ക് സംസാരിച്ച് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. തന്ത്രമല്ല, ചെയ്ത വളരെ വലിയൊരു അപകടം. നിങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ഓർക്കണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കോൺഗ്രസിനേക്കാൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ഉള്ള പാർട്ടി ഇടതുപക്ഷമാണെന്നാണ്. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ചരിത്രം അങ്ങനെയല്ല. ഇടതുപക്ഷം ഒരു കാലത്തും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ആ ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ വലിയ ആഘാതമാണ് സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്, ന്യൂനപക്ഷ വിഭാഗത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ അപകടം. അതിന് രണ്ട് ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു പോകാം. ജമാഅത്തെ ഇസ്ലാമി UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും. നിങ്ങൾക്കറിയാമോ, AK ബാലൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക. നമ്മുടെ കൊച്ചിയിൽ ഹിജാബ് വിവാദം വന്നപ്പോ, ഒരു സ്കൂളിൽ ഹിജാബിന്റെ പ്രശ്നം വന്നപ്പോ SDPI അതിനകത്ത് ഇടപെട്ടു എന്നൊരു വാദം വരുമ്പോൾ അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദൻ, അത് ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് SDPI ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ് ഇത് മൊത്തം കുളവാക്കിയെന്നാണ്. നോക്കൂ, വളരെ നൈസായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഇതിനകത്തോട്ട് കയറ്റിക്കൊണ്ടുവരിക. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ വെറും വാക്കുകൾ മാത്രമാണ്. മുസ്ലിം തീവ്രവാദം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദമുണ്ടെന്നും അത് ഭൂരിപക്ഷ തീവ്രവാദത്തെ അത്രയും തന്നെ പ്രാധാന്യമുണ്ടെന്നും പറഞ്ഞു കൊണ്ടുവരികയാണ്. തീവ്രവാദമില്ലെന്നോ തീവ്രവാദം ശരിയല്ലെന്നോ അല്ല, പക്ഷെ അത് പറയുന്നതിലൂടെ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ പോട്ടെ, നമ്മുടെ ഹിന്ദു വോട്ടുകൾ അത് താമര തണലിലേക്ക് പോകുന്നതിന് പകരം അരിവാളിന് ചുറ്റും കുടുക്കിയിടാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് വളരെ ഭീകരമായ രീതിയിലാണ് ഇപ്പുറത്തെ അഫക്ട് ചെയ്തത്. ആ സാധനം ഇപ്പോ തന്ത്രം പാളിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇന്ന് തോമസ് ഐസക്കിന്റെ ഒരു Facebook പോസ്റ്റ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ ആരും അങ്ങനെ പറഞ്ഞു കണ്ടില്ല. ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം അകലുന്ന അനുഭവം ഇത്തവണയും ഉണ്ടായി. ഇടത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആഖ്യാനം എന്തുകൊണ്ട് ഒരു വിഭാഗത്തെ വഴിതെറ്റിക്കുന്നു? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തങ്ങളായിട്ടുണ്ടോ? തോമസ് ഐസക്കിന്റെ വാക്കുകളാണ്. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായും തെറ്റിതിരുത്താൻ വലിയ ക്യാമ്പയിൻ നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ആ ദൗർബല്യം ഇപ്പോഴും തുടരുന്നു. തോമസ് ഐസക്കിനുണ്ടായ ആ ബോധ്യം CPMന് ഉണ്ടാകുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. പക്ഷേ സമയം വളരെ വൈകിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ തന്ത്രം മാറ്റുന്നത് പോലെ നാളെ മുതൽ പാർലമെന്റ് നടപടി സമയത്ത് നമ്മൾ ഗാസ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയതുപോലെ, അതിനുശേഷം പെട്ടെന്ന് ശബരിമലയിലെ വിശ്വാസംഗം നടത്തിയ പോലെ, ഇങ്ങനെ എല്ലാ ദിവസവും എടുത്തെടുത്ത് മാറ്റാവുന്ന ഒരു സാധനമല്ല നിങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയും നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ജനങ്ങൾ കാണുന്ന വിശ്വാസ്യത. ഇത് രണ്ടും വളരെ വ്യത്യാസമാണ്. ഇനി അത് മാറ്റുമെന്ന് വെച്ചാൽ അടുത്ത 3 മാസം കൊണ്ട് എന്തുണ്ടാവും എനിക്കറിയില്ല. പക്ഷേ ഡാമേജ് ഈസ് ഡൺ. വളരെ ഗുരുതരമായ ഒരു ഡാമേജ് ആണ്. അതുകൊണ്ട് 2 അബദ്ധങ്ങൾ ഉണ്ടായി. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അടപടലം ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയി. അത് നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങി. പാർലമെന്റിൽ കേരളത്തിലെ ന്യൂനപക്ഷം അപ്പൊ ചോദിക്കും എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നില്ല? അത് വളരെ ന്യായമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് BJPക്ക് പറ്റിയ എതിരാളി എന്ന് ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ച് കരുതുന്ന കുഴപ്പം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ധരിച്ചു വശായതാണ് പ്രശ്നം. അങ്ങനെയല്ല. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് നിങ്ങളെ ഹിന്ദുത്വ വോട്ടുകൾ, കൂടെയുള്ള പാർട്ടി കേഡർ വോട്ടുകളാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞാൽ പാർട്ടി കേഡർ വോട്ടുകൾ കൂടെ നിൽക്കും എന്നാണോ വിചാരിച്ചത്? പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്ഥലങ്ങളിലും BJP അടിച്ചു കയറുന്ന ഒരു കാഴ്ചയുണ്ടായി. ഞാൻ ഇന്നലെയും പറഞ്ഞു, BJP അങ്ങനെ അടിച്ചു കയറുന്ന ഇടതുപക്ഷത്തിനും ഗുണമുണ്ടായി കേട്ടോ. അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ UDFന്റെ കയ്യിലിരുന്നേനെ. BJPയുടെ സീറ്റ് നില വല്ലാതെ ഉയർത്തിയത് കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ 6 സീറ്റാണ് കൂട്ടിയത്. കൊല്ലത്ത് എന്തിന് കണ്ണൂർ പോലും ഒരു കോർപ്പറേഷൻ ഒരു സീറ്റ് എന്നുള്ളത് 4 ആയി. അങ്ങനെ BJP അടിച്ചു കയറുകയാണ്. ചുരുക്കത്തിൽ ഇടതുപക്ഷം തന്ത്രമെന്ന് കരുതുന്ന
ജനങ്ങൾ അത് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം കൊണ്ട് സംഭവിച്ചത് ഇടതുപക്ഷത്തിന് അവരുടെ കയ്യിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ തടയാനും പറ്റിയില്ല. നിങ്ങളെ വിശ്വസിച്ചിരുന്ന, നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ കൂടെ നിൽക്കുമെന്നും കരുതിയിരുന്ന ന്യൂനപക്ഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ക്രിസ്ത്യാനികൾ അവർ വിചാരിച്ചത് ഒരു പക്ഷേ CPM വിചാരിച്ചിട്ടുണ്ടാവുക, LDF വിചാരിച്ചിട്ടുണ്ടാവുക, കേരളത്തിൽ കഴിഞ്ഞ 10-12 വർഷമായുള്ള മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റ് അത് കാര്യമായി വർക്ക് ചെയ്യുന്നത്. അത് ഉണ്ടായതേ ഇല്ല. UDF-ലേക്ക് വോട്ടുകളെല്ലാം തിരിച്ചുപോയി. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം നാളെ രാവിലെ ചർച്ച ചെയ്യുമ്പോൾ തന്ത്രങ്ങൾ പാളി എന്നായിരിക്കും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ മുഖ്യമന്ത്രിയൊക്കെ പറയും. പക്ഷേ തന്ത്രങ്ങളെന്ന് നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾ എടുത്ത നിലപാട് അത് വളരെ വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കാം. ഇതിന്റെ കൂടെ ഈ ഒരു രാജാവ് മോശമാണ് എന്ന് ഏറ്റവും അവസാനം നൽകിയ ആ രാജാവായിരിക്കും. കാരണം രാജാവിന് ചുറ്റുമുള്ള ഒരാളും പറയില്ല നിങ്ങൾ മോശമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചുള്ള ഒരു കഥ പറയും. പേര് ഞാൻ പറയില്ല. ആറ് മോശം ലിറ്ററേച്ചർ എഴുതുന്ന ആളാണ്. അയാളുടെ എഴുത്തുകൾ വളരെ മോശമാണെന്ന് അയാൾ എന്താ എഴുതുന്നത് പറഞ്ഞ ആളിനെ മനസ്സിലാവുകൊണ്ട് പറയുന്നില്ല. വളരെ മോശമാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷെ ഒരാളും അയാളോട് പറയില്ല. അയാൾക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ വിചാരിക്കുന്നത് അയാൾ എഴുതുന്നത് വളരെ മോശമാണ് എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കളുടെ ശൈലിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും പറയാനുള്ള പ്രതിപക്ഷ സ്വരം CPM-ന് നഷ്ടമായിട്ട് എത്രയോ കാലമായി. പാർട്ടി സെക്രട്ടറി ഒരു കാലത്ത് CPM-ന്റെ അവസാന വാക്കായിരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് അവസാന വാക്കായിരുന്നു. പാർട്ടി കമ്മിറ്റി സർവശക്തമായിരുന്നു. അവിടെ നിന്ന് പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിന്റെ ചുറ്റിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചപ്പോൾ പിണറായി വിജയനാണ് ശരിയെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹത്തെ തിരുത്താൻ ഒരാളും ഇല്ലാതാവുകയും ചെയ്തു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റൊരു സാഹചര്യമായിരുന്നെങ്കിൽ സ്വർണ്ണപ്പാളി കേസിൽ ഒരു കാരണവശാലും പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാതെ പോകുമായിരുന്നില്ല CPM-ന്റെ ഭാഗത്തുനിന്ന്. കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകർ മുഖ്യമന്ത്രിയെ തടഞ്ഞവരെ അടിച്ചൊതുക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന മുഖ്യമന്ത്രി ഒരു തവണയെ പറയുമായിരുന്നുള്ളൂ. പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമായിരുന്നു. ചുരുക്കത്തിൽ പിണറായി സെൻട്രിക്കായ ഒരു പാർട്ടി, തിരുത്താൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ ഒരു വശത്ത്. രണ്ട്, തന്ത്രമെന്ന് കരുതിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിയിട്ടാണെങ്കിലും മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെങ്കിലും നമുക്ക് ഹിന്ദു വോട്ടുകൾ പിടിച്ച് ഭരണം നിലനിർത്താം എന്ന പ്ലാൻ പൊളിഞ്ഞു. BJP ആ രംഗത്തേക്ക് ഇടിച്ചു കയറുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സ്ഥിതി? അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു അപകടകരമായ ഘട്ടം അതുണ്ടാകുമായിരുന്നില്ല ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ കൈയൊഴിഞ്ഞിരുന്നെങ്കിൽ. അതും സംഭവിക്കാൻ പോവുകയാണെന്നുള്ളതാണ് എന്റെ ആശങ്ക. അത് വെറും ഒരു ഇലക്ഷൻ ജയത്തിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ നശിപ്പിച്ച ഒരു നീക്കമായി പോയി.